നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. അരുൺ രാവണുമായി താൻ വിവാഹമോചിതയായി എന്ന് പാർവതി വിജയ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രണയ ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. നടി സായി ലക്ഷ്മിയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കാണ് കൂടുതൽ വഴിവെച്ചതും. ഒരുമിച്ച് നൈറ്റ് ഡ്രൈവ് നടത്തിയതും ചായ കുടിച്ചതും ബയോയിലെ വാക്കുകളും ഒക്കെയാണ് അരുൺ സായി താരജോഡികളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനം. അരുൺ പാർവതി വിവാഹബന്ധം വേർപിരിഞ്ഞതിന് തന്നെ കുറ്റപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് സായി ലക്ഷ്മി നൽകിയ വിശദീകരണ വീഡിയോയും വൈറലായിരുന്നു. അവരുടെ ബന്ധം വേർപിരിഞ്ഞതിന് കാരണം ഞാനല്ല, സാന്ത്വനം 2ാം ഭാഗത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്ന കാലത്തെ അവർ വേർപിരിഞ്ഞിരുന്നു. വിവാഹമോചിതരായി എന്ന് അദ്ദേഹം പറഞ്ഞല്ല ഞാൻ അറിഞ്ഞത്. സെറ്റിലുള്ള മറ്റുള്ളവരാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത്. കണ്ടുമുട്ടി 1 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ സുഹൃത്തുക്കളായതും. വിവാഹമോചനത്തിന് ശേഷം ഡിപ്രഷനായ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. തുറന്നു പറയാൻ സാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ സുഹൃത്തെന്ന നിലയിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം ആരംഭിച്ചത്. അല്ലാതെ ഒരു കുടുംബത്തെ തകർത്തിട്ടല്ല ഞാൻ എന്റെ സന്തോഷം കണ്ടെത്തിയത്. ഡിവോഴ്സായ അച്ഛന്റെയും അമ്മയുടെയും മകൾ എന്ന നിലയിൽ ആ പെയിൻ എനിക്ക് നന്നായി അറിയാം. ഡിവോഴ്സായ ആൾക്കൊപ്പം പുതിയ ഒരു ജീവിതം തുടങ്ങുന്നതിൽ തെറ്റുണ്ടെന്നും ഞാൻ കരുതുന്നില്ല എന്നാണ് സായി ലക്ഷ്മി അന്ന് പറഞ്ഞത്. അതിനുശേഷവും സോഷ്യൽ മീഡിയയിൽ സജീവമായ സായി ലക്ഷ്മി തന്റെയും അരുണിന്റെയും വിശേഷങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. വിവാഹബന്ധത്തിൽ നിന്നും ഒഴിവായ പാർവതി വിജയ് മകൾക്കൊപ്പം തന്റേതായ ലോകത്ത് തിരക്കിലാണ്. സീരിയലുകളിലും സജീവമാണ്. അരുൺ രാവൺ ഇപ്പോൾ 2ാം വിവാഹത്തിന് ഒരുങ്ങുന്നു എന്നാണ് പുതിയ വാർത്തകൾ. വിവാഹത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ മറുപടി നൽകിയത് സായി ലക്ഷ്മി തന്നെയാണ്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ആരാധകരുമായി സംബന്ധിക്കുകയായിരുന്നു നടി. എന്താണ് പഠിച്ചത്, എന്താണ് ഭാവി പരിപാടി എന്ന ചോദ്യത്തിൽ ഞാൻ LLB കഴിഞ്ഞു എന്നാണ് സായി ലക്ഷ്മി പറഞ്ഞത്. അരുൺ രാവണിനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് എന്ന ഉത്തരവും നൽകി. ചേച്ചിയും അരുണേട്ടനും തമ്മിലുള്ള ജോഡിപ്പൊരുത്തം സൂപ്പറാണെന്ന് പ്രശംസിക്കുന്നവരെയും കാണാം. വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ഉടനെ കാണുമെന്നാണ് സായി ലക്ഷ്മി മറുപടി നൽകിയത്. അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. സാന്ത്വനം 2ാം ഭാഗത്തിന്റെ സെറ്റിൽ വെച്ചാണ് അരുൺ രാവണും സായി ലക്ഷ്മിയും പരിചയപ്പെട്ടത്. സീരിയലിന്റെ ക്യാമറാമാനാണ് അരുൺ. ആദ്യത്തെ 2-3 മാസം ഞങ്ങൾ തമ്മിൽ കാര്യമായി സംസാരിച്ചിട്ട് പോലുമില്ല. അരുൺ ബ്രേക്കപ്പ് ആണ് എന്നത് സെറ്റിലുള്ള മറ്റുള്ളവർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. വളരെ ഡെസ്പായ കണ്ട സാഹചര്യത്തിൽ സംസാരിച്ചു തുടങ്ങി. ഞാനും ലൈഫിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കണക്റ്റായി. ഞാൻ അരുണിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ അവർ ബ്രേക്കപ്പ് ആയിരുന്നു എന്നാണ് സായി ലക്ഷ്മി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത്. പ്രായം കൊണ്ട് അരുണിനേക്കാൾ ഏറെ താഴെയാണ് സായി ലക്ഷ്മി. എന്നാൽ പ്രായമോ ഡിവോഴ്സായ കാരണമോ തങ്ങളുടെ ബന്ധത്തിന് വിലങ്ങുതടിയാകില്ല എന്ന് തെളിയിക്കുകയാണ് ഇരുവരും. തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, തന്റെ കാര്യങ്ങൾ ഈ ലോകത്തെ ഏറ്റവും അറിയുന്ന, തന്നെ അത്രയും കെയർ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് അരുൺ എന്നാണ് സായി ഇപ്പോൾ പറയുന്നത്. എന്റെ ബലവും ശക്തിയും എന്റെ എല്ലാം ഇപ്പോൾ അരുണാണ്. ഒരേ വൈബുള്ള, ഒരേ സ്വഭാവമുള്ള ആളുകളാണ് ഞങ്ങൾ. അത്രയും നല്ലൊരു മനുഷ്യനാണ് അരുൺ. എന്റെ ഒരു പകുതി ഞാൻ തന്നെയാണ് അരുൺ എന്നും സായി പറയുന്നു. എന്റെ എല്ലാ കാര്യത്തിലും ഒപ്പം നിൽക്കുന്ന, എനിക്ക് എന്തിനും നട്ടലായി തന്നെ എന്നെ പിന്തുണയ്ക്കുന്ന വ്യക്തി. നീണ്ട നാളത്തെ സംസാരത്തിനും അതിനുശേഷം പരസ്പരം മനസ്സിലാക്കി അങ്ങനെയാണ് എന്റെ ആളാണ് അരുൺ എന്ന തീരുമാനത്തിൽ താൻ എത്തിയത് എന്നും സായി പറഞ്ഞു. വിവാഹം ഉടനെ ഇല്ലെന്നും അതിന് സമയമെടുക്കുമെന്നും പറഞ്ഞു. ഗർഭിണിയാണെന്ന് വാർത്തകൾ കേൾക്കുന്നു, എന്തു പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ തന്റെ സീരിയലിൽ നിന്നുള്ള ഒരു ഭാഗം കട്ട് ചെയ്താണ് സായി പോസ്റ്റ് ചെയ്തത്. വിവരക്കേട് വിളിച്ചു പറയരുതെന്നായിരുന്നു സായിയുടെ മറുപടി. അരുൺ മകൾ യാമിയെ വിളിക്കാറുണ്ടെന്നും തങ്ങൾ നല്ല ഹാപ്പിയായി മുൻപോട്ട് പോകുന്നുണ്ടെന്നും ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സായി നൽകി. ഏകമകൾ പാർവതിക്കൊപ്പമാണ്. ഞങ്ങളുടെ ഇടയിലുള്ള വിഷയത്തിൽ അത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. ഡിവോഴ്സ് എന്നത് എന്റെ ജീവിതത്തിൽ ശരിയായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുഞ്ഞിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ കുട്ടിയുടെ പേരും പറഞ്ഞ് ജീവിതം നശിപ്പിക്കാനാകില്ല. അതുപോലെ സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ അവസാനം ആത്മഹത്യയിൽ പോയി അവസാനിക്കും. അതുകൊണ്ട് സിംഗിൾ പാരന്റ് എന്താ കുട്ടികളെ നല്ല പോലെ നോക്കുന്നില്ലേ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്കൊപ്പം നിൽക്കുന്നതും എന്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതും മകൾ യാമിയാണെന്നാണ് പാർവതി ഡിവോഴ്സിനോട് പ്രതികരിച്ചു പറഞ്ഞത്. അതേസമയം അരുൺ വിവാഹമോചിതനാവാനുള്ള കാരണം താനല്ലെന്ന് സായി ലക്ഷ്മി മുൻപ് പറഞ്ഞിരുന്നു. ഒറ്റ കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. ജനങ്ങൾ സത്യം അറിയണം. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കമന്റുകൾ ഇടുന്നതിൽ കാര്യമില്ല. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് കിട്ടിയ വിവരം വെച്ചാണ് അവർ പെരുമാറുന്നത്. അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഞാനാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന വിവരം വെച്ചായിരിക്കും പെരുമാറുന്നത്. അതിനാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് സായി ലക്ഷ്മി പറയുന്നു. ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അതിലാണ്. ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ പുള്ളിയെ ആദ്യം കാണുന്നത്. ആ സമയത്ത് അദ്ദേഹം സെപ്പറേറ്റഡ് ആയിരുന്നു. അന്ന് എനിക്ക് പുള്ളി ആരാണെന്നോ എന്താണെന്നോ സെപ്പറേറ്റഡ് ആണെന്നോ ഒന്നും എനിക്ക് അറിയുമായിരുന്നില്ല. പുള്ളി വഴിയല്ല സെപ്പറേഷനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്.
പുറമേയുള്ളവർ പറഞ്ഞാണ് ഞാൻ അതേക്കുറിച്ച് അറിഞ്ഞത്. കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരുന്നു. 1 മാസമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ കൂടെ നിന്നവർക്കറിയാം ഞാൻ കാരണമല്ല ഡിവോഴ്സ് സംഭവിച്ചത് എന്ന്. ആ ഡിവോഴ്സിന് കാരണം ഞാനല്ല. അത് അവരുടെ ഫാമിലി ഇഷ്യൂസ്, അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കുടുംബം തകർത്ത് അതിനകത്ത് കയറി സന്തോഷം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല. ഒരു ഫാമിലി സെപ്പറേറ്റഡ് ആവുമ്പോഴുള്ള വിഷമം എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്റെ പപ്പയും അമ്മയും ഡിവോഴ്സ്ഡ് ആണ്. ഞാൻ 1ൽ പഠിക്കുന്ന സമയത്തായിരുന്നു അത്. ഞാൻ അനുഭവിച്ച വേദനയും അമ്മയും പപ്പയും അനുഭവിച്ച വേദനയും എല്ലാം എത്രത്തോളം ആണെന്ന് എനിക്ക് നന്നായി അറിയാം. അതെല്ലാം അറിഞ്ഞു വെച്ച് അടുത്തൊരാളെ അതിനകത്ത് കൊണ്ട് തള്ളിയിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും സായി ലക്ഷ്മി പറഞ്ഞിരുന്നു. ഞാനല്ല അവരുടെ ഡിവോഴ്സിന് കാരണം, അത് ഞാൻ എവിടെയും പറയുമെന്നും സായി വ്യക്തമാക്കിയിരുന്നു. അതേസമയം സീരിയൽ ക്യാമറാമാനായ അരുണായിരുന്നു പാർവതിയുടെ ഭർത്താവ്. ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി പോയിട്ടാണ് വിവാഹം കഴിച്ചത്. ശേഷം ഒരു മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. എന്നാൽ പാർവതിയും അരുണും ബന്ധം അവസാനിപ്പിച്ചെന്നും വേർപിരിഞ്ഞുവെന്നും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നടി തയ്യാറായതുമില്ല. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് ഊഹാപോഹങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് വെളിപ്പെടുത്തി പാർവതി തന്നെ രംഗത്ത് വന്നിരുന്നു. അരുൺ രാവണുമായി താൻ വിവാഹമോചിതയായി എന്ന് നടി പാർവതി വിജയ് തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെയാണ് അറിയിച്ചത്. ഭർത്താവുമായി വേർപിരിഞ്ഞിട്ട് 11 മാസങ്ങളായി എന്നും ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് എന്നും പാർവതി പറഞ്ഞിരുന്നു. വിവാഹമോചനത്തിന്റെ കാരണം തീർത്തും സ്വകാര്യമാണെന്നും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് പാർവതി പറഞ്ഞിരുന്നത്.